ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് പൈപ്പിംഗ് ചെയ്യുക, അതായത് പൈപ്പിംഗ് സ്ട്രിപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നാണ്. അപ്പം നമ്മൾ സാധാരണ പൈപ്പിംഗ് ഇതുപോലുള്ള ഒരു ചരട്, അതായത് കോഡ് പൈപ്പിംഗ് ആണ് ഇതിന് പറയുക. ഇതുപോലെ ഒരു പൈപ്പിംഗ് ചരട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പൈപ്പിംഗ് ചെയ്യുക. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെ പൈപ്പിംഗ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഞാനിവിടെ പൈപ്പിംഗ് ചെയ്യാനുള്ള ഏത് തുണിയിലാണോ നിങ്ങൾക്ക് പൈപ്പിംഗ് വരേണ്ടത് ആ തുണി എടുത്തിട്ട് അതിൽ നിന്ന് 2-3 സ്ട്രിപ്പ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം സ്ട്രിപ്പ് വേണമെന്ന് വെച്ചാൽ, അപ്പോൾ നെക്കിനാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സ്ട്രിപ്പ് ക്രോസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ തുണിയുടെ ഒരു കോർണറിൽ നിന്ന് ഇതുപോലെ ക്രോസായിട്ട് കട്ട് ചെയ്തെടുക്കുക. ക്രോസായിട്ട് 2-3 സ്ട്രിപ്പ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ നെക്കിനാണ് പൈപ്പിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നെക്കിനാവുമ്പോൾ ഇതുപോലെ ക്രോസായിട്ട് കട്ട് ചെയ്യണം. ഇനിയിപ്പോൾ സ്ട്രെയിറ്റായിട്ട് ചെയ്യുന്നത്, അതായത് നമ്മൾ സ്ലിറ്റിലും അതുപോലെ തന്നെ കയ്യിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ ക്രോസായിട്ട് കട്ട് ചെയ്യേണ്ട, സ്ട്രെയിറ്റായിട്ട് തന്നെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കർവ് വരുന്ന ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ ഇതുപോലെ ക്രോസ് കട്ട് ചെയ്തെടുത്ത് സ്ട്രിപ്പ് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ഞാനിവിടെ ഒരു 1 ഇഞ്ച് വീതിയിലുള്ള 2 സ്ട്രിപ്പാണ് കട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന സ്ട്രിപ്പിന് നമ്മൾ ബയാസ് ബൈൻഡിങ് സ്ട്രിപ്പ് എന്നാണ് പറയുക. ഇത് ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരിക്കും. നമുക്ക് എവിടെ വേണമെങ്കിലും ഏത് കർവുള്ള സ്ഥലത്ത് വേണമെങ്കിലും നമുക്ക് വെച്ച് തയ്ക്കാൻ എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ ക്രോസ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മളിതുപോലെ സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് രണ്ടും കൂടി അറ്റാച്ച് ചെയ്യും. അപ്പോൾ അറ്റാച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ഈ രണ്ട് കോർണറുകൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് വേണം അറ്റാച്ച് ചെയ്യാൻ. ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ഒരു സ്ട്രിപ്പായിട്ട് എടുക്കുക. ഇങ്ങനെ അറ്റാച്ച് ചെയ്തതിന് ശേഷം ആണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമ്മളുടെ ഈ ചരട് വെച്ചിട്ട് തയ്ക്കേണ്ടത്. ഇത് പൈപ്പിംഗ് ത്രെഡ് എന്നാണ് ഇതിന് പറയുക. പല വണ്ണത്തിലുള്ള ചരട് നമുക്ക് അവൈലബിൾ ആണ്. ഇതിപ്പോൾ ഒരു സാധാരണ നോർമൽ പൈപ്പിങ്ങിൻ്റെ ചരടാണ്. അപ്പോൾ ഇത് നമുക്ക് ടൈലറിങ് ആക്സസറി ഷോപ്പിലൊക്കെ കിട്ടും. പൈപ്പിംഗ് ത്രെഡ് എന്നാണ് ഇതിന് പറയുക. അപ്പോൾ ആദ്യം അതിൻ്റെ അറ്റത്ത് നമ്മൾ ഒരു ചെറിയ കെട്ടിട്ട് കൊടുക്കാം. ഇതുപോലെ അത് അതിൻ്റെ ഉള്ളിലേക്ക് കൂടെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കെട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച സ്ട്രിപ്പിൽ ഏകദേശം സെൻട്രലായിട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് അതിനുശേഷം ആ എഡ്ജ് ഭാഗം ഒന്നും കൂടി ഉള്ളിലേക്ക് സെൻറ്റർ ഭാഗത്തേക്ക് മടക്കിയിട്ട് ഇതുപോലെ തയ്ച്ചു കൊടുക്കാം. അതായത് ചരട് സെൻറ്ററിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കുക. അതിനുശേഷം അതിൻ്റെ എഡ്ജ് ഭാഗം ആ ചരടിൻ്റെ സൈഡിലേക്ക്, അതായത് ചരടിൻ്റെ എഡ്ജ് ഭാഗത്തേക്ക് മടക്കിയിട്ട് ആ ചരടിൻ്റെ എഡ്ജിൽ കൂടെ തന്നെ തയ്ച്ചു കൊടുക്കുക. ഇതുപോലെ എന്നാലേ ചരട് അതിൻ്റെ ഉള്ളിൽ ഫിറ്റായിട്ട് ഇരിക്കുള്ളൂ. അതുകൊണ്ട് ആ ചരടിൻ്റെ സൈഡിൽ കൂടെ തന്നെ, നേരെ എഡ്ജിൽ കൂടെ തന്നെ തയ്ച്ചു കൊടുക്കണം. ഇതുപോലെ മടക്കിയിട്ട് തയ്ച്ചു കൊടുക്കുക. അപ്പം നിങ്ങൾ പൈപ്പിംഗ് ചെയ്യാനായിട്ട് ഞാനിവിടെ സിബ്ബർ ഫൂട്ടാണ് എടുക്കുന്നത്. ഇത് സിബ്ബ് അറ്റാച്ച് ചെയ്യുന്ന ഫൂട്ടാണ്. അപ്പോൾ ഈ ഫൂട്ട് എന്ന് പറഞ്ഞാൽ ഇത് ഇലക്ട്രിക് മെഷീനിൽ ഉപയോഗിക്കുന്ന ഫൂട്ടാണ്, ഓട്ടോമാറ്റിക് മെഷീനിൽ ഉപയോഗിക്കുന്ന ഫൂട്ടാണ്. ഇത് 2 സൈഡുള്ള ഫൂട്ടാണ്. ചിലതിൽ ഒരു സൈഡ് മാത്രം ഉണ്ടാവുള്ളൂ, അതായത് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മാറ്റി ഇടാവുന്ന ഫൂട്ടാണിത്. ചിലത് ഒരു ഭാഗത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ നോർമൽ സാധാ മെഷീനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതുപോലത്തെ ഫൂട്ട് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ഇത് എന്ന് പറഞ്ഞാൽ പൈപ്പിംഗ് ഫൂട്ടാണ്. പൈപ്പിംഗ് ഫൂട്ടല്ല, ഇത് ശരിക്കും സിബ്ബർ വയ്ക്കുന്ന ഫൂട്ടാണ്.
നമുക്ക് പൈപ്പിംഗ് ചെയ്യാനും ഈ ഫൂട്ട് തന്നെയാണ് ഉപയോഗിക്കുക. ഇത് നമുക്ക് സാധാ മെഷീൻ്റെ ആ സൈഡിലത്തെ സ്ക്രൂ അഴിച്ചിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്യാം. ഇതുപോലെ നമുക്ക് മാറ്റി മാറ്റി ഇടാം രണ്ട് സൈഡിലേക്കും. നമുക്കത് തയ്ച്ചു കൊടുക്കാം. നേരത്തെ കാണിച്ച പോലെ സെൻറ്ററിൽ വെച്ച് മടക്കിയിട്ട് എഡ്ജ് ഭാഗം നടുവിലേക്ക്, അതായത് സെൻറ്റർ ഭാഗത്തേക്ക് വെച്ചിട്ട് ആ ചരടിൻ്റെ എഡ്ജിൽ കൂടെ തന്നെ തയ്ച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പൈപ്പിംഗ് സ്ട്രിപ്പ് ശരിയായി. അപ്പോൾ ഇതുപോലത്തെ പൈപ്പിംഗ് സ്ട്രിപ്പ് നിങ്ങൾക്ക് റെഡിമെയ്ഡായിട്ടും കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. പല കളറിലും അവൈലബിൾ ആണ്. അല്ലാതെ നമുക്ക് ഇതുപോലെ തയ്ച്ചിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. ഇതുപോലെ റെഡിമെയ്ഡായിട്ട് പല കളറിലും ഇതുപോലെ പൈപ്പിംഗ് സ്ട്രിപ്പ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇനി നമുക്കത് എങ്ങനെയാണ് നെക്കിൽ അറ്റാച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചുരിദാറിൻ്റെ ബ്ലൗസിൻ്റെ നെക്ക് എടുക്കുക. അതിനുശേഷം അതിൻ്റെ നല്ല വശം, അതായത് ഇപ്പോൾ ഇതിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട്, അതായത് ത്രെഡിൻ്റെ ഭാഗം നമ്മൾ ഈ ചരടിൻ്റെ ഭാഗം ഈ സൈഡിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം തയ്ക്കാനായിട്ട്. ചരടിൻ്റെ ഭാഗം നെക്കിൻ്റെ എഡ്ജിലല്ല വരേണ്ടത്, ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ട് ആ ചരടിൻ്റെ എഡ്ജിൽ കൂടെ തന്നെ തയ്ച്ചു കൊടുക്കുക. ചരടിൻ്റെ മുകളിലേക്ക് സ്റ്റിച്ച് വരാതെ ചരടിൻ്റെ എഡ്ജിൽ കൂടെ തന്നെ തയ്ച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ ലൈനിങ് ചുരിദാറാണ് തയ്ക്കുന്നതെങ്കിൽ, ലൈനിങ് വെച്ചിട്ടാണ് തയ്ക്കുന്നതെങ്കിൽ ഈ പൈപ്പിംഗ് സ്ട്രിപ്പ് ഇതുപോലെ അറ്റാച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മളുടെ ലൈനിങ് തുണി ഇതുപോലെ നെക്ക് ഇതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് തയ്ക്കാം. അപ്പോൾ നമ്മൾ ഈ പൈപ്പിംഗ് സ്ട്രിപ്പ് അറ്റാച്ച് ചെയ്യുന്ന ആ ലൈനിൽ കൂടെ തന്നെ നമുക്ക് ലൈനിങ് തുണിയും അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അറ്റാച്ച് ചെയ്യാം. ആദ്യം ഈ പൈപ്പിംഗ് സ്ട്രിപ്പ് അറ്റാച്ച് ചെയ്തതിന് ശേഷം ലൈനിങ് വേറെ വെച്ച് അറ്റാച്ച് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് ഇതുപോലെ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ആ ത്രെഡിൻ്റെ എഡ്ജിൽ കൂടെ തന്നെ തയ്ച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് അറ്റാച്ച് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ അത് ചീത്ത വശത്തേക്കൊന്ന് മറിച്ച് കൊടുക്കുക. ഇതുപോലെ മറിച്ചിട്ട് അതിൻ്റെ എഡ്ജിൽ കൂടെ തയ്ച്ചു കൊടുക്കുക. നിങ്ങൾക്ക് കാണാം. ഇനിയിപ്പോൾ നിങ്ങൾ ലൈനിങ് അറ്റാച്ച് ചെയ്താണെങ്കിൽ ആ ലൈനിങ് കണ്ട് ചീത്ത വശത്തേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ എഡ്ജിൽ കൂടെ തയ്ച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ എഡ്ജിൽ കൂടെ തയ്ച്ചു കൊടുക്കുക. ഈ എഡ്ജിൽ കൂടെ തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഈ ത്രെഡിൻ്റെ മുകളിലേക്ക് സ്റ്റിച്ച് വരാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിവിടെ ഈ ഓറഞ്ച് ഭാഗത്ത് വെച്ചിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ ആ ത്രെഡും ഇടാൻ ശ്രദ്ധിക്കുക. ഈ ഓറഞ്ച് ഭാഗത്ത് വെച്ച് തയ്ക്കുമ്പോൾ ഞാൻ ഓറഞ്ച് ത്രെഡ്
ഇട്ടിട്ട് തയ്ച്ചു കൊടുക്കുക. ആ റെഡിൻ്റെ ഭാഗത്തേക്ക് സ്റ്റിച്ച് വരാതെ അതിൻ്റെ അരക്കിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ലൈനിങ് ആണെങ്കിൽ ലൈനിങ് അങ്ങോട്ട് ഉള്ളിലേക്ക് മറിച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ എഡ്ജിൽ കൂടെ തയ്ച്ചു കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഈ പൈപ്പിംഗ് ഫുട്ട് മറ്റേ സൈഡിലേക്ക് നീക്കിയിട്ടു. നമ്മളുടെ പൈപ്പിങ് നെക്കിൽ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഏത് ഷേപ്പുള്ള നെക്കിലും ഇതുപോലെ ഈ പൈപ്പിംഗ് സ്ട്രിപ്പ് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. സിമ്പിളായിട്ട് അറ്റാച്ച് ചെയ്യാം. ഇതുപോലെ ഇങ്ങനെ റൗണ്ട് നെക്ക് ആവണമെന്നില്ല. ഏത് ഷേപ്പുള്ള നെക്കാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ലൈനിങ്ങും വെച്ചിട്ട് അറ്റാച്ച് ചെയ്താണ് എളുപ്പത്തിൽ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്.